ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്കൃതം അറിയില്ല, പക്ഷേ PhD നൽകണം. കേരള സർവകലാശാലയിൽ SFI നേതാവിന് സംസ്കൃതത്തിൽ PhD നൽകുവാൻ ശുപാർശ. കേരള സർവകലാശാലയിൽ സംസ്കൃതം അറിയാത്ത SFI നേതാവിന് സംസ്കൃതത്തിൽ PhD നൽകുവാൻ ശുപാർശ. കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവായിരുന്ന വിപിൻ വിജയനാണ് PhDക്ക് ശുപാർശ നൽകിയത്. മൂല്യനിർണ്ണയ സമിതി ചെയർമാന്റെ ശുപാർശ എതിർത്ത് ഡീൻ നൽകിയ റിപ്പോർട്ട് പുറത്ത്. ഗുരുതര പരാമർശങ്ങളാണ് വിപിൻ വിജയന്റെ PhD തീസിസിനും ഓപ്പൺ ഡിഫൻസിനുമെതിരെ വൈസ് ചാൻസലർക്ക് നൽകിയ കത്തിൽ സംസ്കൃതം വകുപ്പ് മേധാവി CN വിജയകുമാരി ഉന്നയിക്കുന്നത്. PhD തീസിസ് ആയി പോലും പരിഗണിക്കുവാൻ കഴിയാത്തതാണ് വിപിൻ വിജയൻ സമർപ്പിച്ചത്. ഓപ്പൺ ഡിഫൻസിൽ ചോദ്യങ്ങൾക്ക് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഇംഗ്ലീഷിലോ ഉത്തരമില്ല. സംസ്കൃതം എഴുതുവാനോ വായിക്കുവാനോ പോലും അറിയില്ല. ഇത്തരം ഗവേഷണങ്ങൾ ഒരു വിദഗ്ധ സമിതിയെക്കൊണ്ട് പരിശോധിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. വിപിന് PhD നൽകുവാനുള്ള മൂല്യനിർണ്ണയ സമിതി ചെയർമാന്റെ ശുപാർശ അടുത്ത സിൻഡിക്കേറ്റ് യോഗത്തിൽ പരിഗണിക്കാനിരിക്കെയാണ് കത്ത് പുറത്തുവന്നത്. ആരോപണങ്ങളാൽ വൈസ് ചാൻസലർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കാര്യവട്ടം ക്യാമ്പസിലെ SFI നേതാവാണ് വിപിൻ വിജയൻ. തനിക്കെതിരെയുള്ള കത്തിന് പിന്നിൽ വ്യക്തിവിരോധമാണെന്ന് വിപിൻ വിജയൻ പ്രതികരിച്ചു. മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കേണ്ട തീരുമാനത്തിൽ ഉറച്ച് CPI. മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കേണ്ടെന്ന് CPIയിൽ തീരുമാനം. അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനമായത്. 2 അംഗ ഉപസമിതിയെ വെക്കാം എന്ന നിർദ്ദേശവുമായി വീണ്ടും CPIയെ സമീപിച്ചു. ജനറൽ സെക്രട്ടറി MA ബേബിയാണ് നിർദ്ദേശം മുന്നോട്ടുവച്ചത്. നിർദ്ദേശം തള്ളിക്കളയുവാൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനുള്ള തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്ന് CPI വ്യക്തമാക്കി. സബ് കമ്മിറ്റി വയ്ക്കുവാനുള്ള തീരുമാനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടതെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. പദ്ധതിയിൽ നിന്നും പിന്മാറിയിട്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതാകും നല്ലതെന്നാണ് CPIയുടെ നിലപാട്. സമവായ നീക്കം വരികയാണെങ്കിൽ തന്നെ പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന് CPI വ്യക്തമാക്കി. ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കണം. ആ കത്ത് പ്രസിദ്ധപ്പെടുത്തണം എന്നാണ് CPIയുടെ നിലപാട്. തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടണം. കേരളത്തിൽ നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുവാൻ KPCC. കേരളത്തിൽ നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുവാൻ KPCC. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും AICC നേതൃത്വം വിലയിരുത്തി. പ്രചാരണ പദ്ധതികളെക്കുറിച്ച് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും വിശദീകരിച്ചു. തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. മുന്നൊരുക്കങ്ങളിൽ AICC നേതൃത്വം സംതൃപ്തി അറിയിച്ചു. ചില മാറ്റങ്ങളും നിർദ്ദേശിച്ചു. നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനം ഉയർന്നു. വയനാട് പുതിയ DCC അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുൻപ് കൂടിയാലോചന ഉണ്ടായില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 അക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കി എന്നും വിമർശനം. തിരഞ്ഞെടുപ്പ് നേരിടുവാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്ലാനിൽ AICC മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. ഒരുമിച്ച് നീങ്ങണമെന്ന് AICC അറിയിച്ചു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനും നിർദ്ദേശം നൽകി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം താഴെത്തട്ടിൽ സർക്കാരിനെ എതിരാക്കിയെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂല സാഹചര്യമെന്ന് നേതൃത്വം അറിയിച്ചു. കാഞ്ചിമാലയുമായി ധ്യാൻ ശ്രീനിവാസൻ ചിത്രത്തിന് തുടക്കം. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ചിത്രം കാഞ്ചിമാലയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും തിരുവനന്തപുരത്ത് നടന്നു. ശ്രേയാനിധി ക്രിയേഷൻസിന്റെ ബാനറിൽ രാജേഷ് നായർ, ശ്രേയ, നിധി എന്നിവർ ചേർന്ന് നിർമ്മിച്ച് റജി പ്രഭാകർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാഞ്ചിമാല. മന്ത്രി KN ബാലഗോപാൽ ഭദ്രദീപം തെളിയിച്ച് ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. മുൻ സ്പീക്കർ വിജയകുമാർ, മുൻ മന്ത്രി സുരേന്ദ്രൻപിള്ള, കല്ലിയൂർ ശശി, ഇന്ദ്രൻസ്, സുധീർ കരമന, നെൽസൺ, കൊടച്ചനാട് കനകം, സംവിധായകരായ GS വിജയൻ, T സുരേഷ് ബാബു, കലാധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡയറക്ടർ തുളസിദാസ് ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ AV അനൂപ് ക്ലാപ്പടിച്ചു. ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ സദ്ദിഖ്, ഇന്ദ്രൻസ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. അടുത്ത വർഷം ആദ്യം ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന ചിത്രത്തിന്റെ മറ്റ് താരനിർണയങ്ങൾ നടന്നുവരികയാണ്. ഹൃദയബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ് കാഞ്ചിമാല. ഹിംസയും അക്രമ ദൃശ്യങ്ങളും നിറയുന്ന വർത്തമാനകാലത്തെ നടപ്പുരീതികളിൽ നിന്നും ഈ സിനിമ വേറിട്ട് നിൽക്കും. നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യബന്ധങ്ങളുടെ വിസ്മയകരമായ സൌന്ദര്യം, സ്നേഹം, ആർദ്രത, പ്രണയം ഇതെല്ലാം തിരിച്ചുപിടിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ സിനിമ. റസൂൽ പൂക്കുട്ടി കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാകും.
ഓസ്കാർ ജേതാവ് റസൂൽ പുക്കുട്ടിയെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിക്കുവാൻ തീരുമാനം. 2 ദിവസത്തിനകം സാംസ്കാരിക വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കും. വിവാദങ്ങളെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷം വൈസ് ചെയർമാൻ പ്രേംകുമാറാണ് ചുമതല വഹിച്ചിരുന്നത്. അക്കാദമിക്ക് ഒരു സ്ഥിരം ചെയർമാൻ വേണമെന്ന ആവശ്യം കൂടി പരിഗണിച്ചാണ് തീരുമാനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ത്രീകൾക്കും കർഷകർക്കുമായി പ്രത്യേകം പദ്ധതികൾ. മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. ബീഹാറിന് തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന തലക്കെട്ടോടെയാണ് പ്രകടന പത്രിക ഇറക്കിയിരിക്കുന്നത്. തുല്യതൊഴിലിന് തുല്യവേതനം, ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സ്വന്തമായി ഭൂമിയും വീടും, കുറ്റവാളികൾക്ക് അതിവേഗം ശിക്ഷയുറപ്പാക്കും, സ്ത്രീകൾക്കും കർഷകർക്കുമായി പ്രത്യേകം പദ്ധതികൾ നടപ്പാക്കും, മുസ്ലിം സമൂഹത്തിന് തുല്യതയും പുരോഗതിയും ഉറപ്പാക്കുന്നതിന് സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകൾ നടപ്പിലാക്കും, വഖഫ് ഭേദഗതിയിൽ നിർത്തിവെക്കും എന്നത് ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടിയുള്ള നിരവധി വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉണ്ട്. നിതീഷ് കുമാറിനെ വെച്ച് ബിജെപി അധികാരം കൈയാളുകയാണെന്നും ഇത്തവണ നിതീഷ് മുഖ്യമന്ത്രി ആകില്ലെന്നും തേജസ്വി യാദവ് പറഞ്ഞു. എൻഡിഎയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന ചോദ്യവും തേജസ്വി യാദവ് വീണ്ടും ഉയർത്തി. എന്നാൽ എൻഡിഎയുടെ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുന്നത് അമിത് ഷാ എന്നും തേജസ്വി യാദവ് കൂട്ടിച്ചേർത്തു. കർണാടകയിൽ RSS പരിപാടികൾ നിയന്ത്രിക്കുവാൻ സർക്കാർ ഇറക്കിയ ഉത്തരവിൽ തിരിച്ചടി. തീരുമാനം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. പൊതു ഇടങ്ങളിൽ സ്വകാര്യ സംഘടനകളുടെ പരിപാടികൾ തടയുവാനുള്ള തീരുമാനം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. RSS പരിപാടികൾ നിയന്ത്രിക്കുവാൻ ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കമുണ്ടായിരുന്നത്. ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ചാണ് സ്റ്റേ ചെയ്തത്. കേസ് നവംബർ 17 വീണ്ടും പരിഗണിക്കും. അപ്പീൽ നൽകുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. സർക്കാരിന്റെ നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് പുനശ്ചൈതന്യ സേവാ സംസ്ഥെ എന്ന സംഘടനയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. നിയമപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സ്വകാര്യ സംഘടനകളുടെ അവകാശങ്ങളെ ഈ നീക്കം ലംഘിക്കുന്നുവെന്ന് ഹർജിയിൽ വാദിച്ചിരുന്നു. ഈ മാസം ആദ്യം പുറത്തിറക്കിയ സ്റ്റേ ചെയ്ത സർക്കാർ ഉത്തരവിൽ പൊതു സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഹർജിക്കാരന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അശോക് ഹരണഹള്ളി സർക്കാരിന്റെ ഉത്തരവ് പൌരന്മാരുടെ മൌലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണമാണെന്ന് വാദിച്ചു. 10ൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നതിന് അനുമതി വാങ്ങണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൌലികാവകാശത്തിന് മേലുള്ള നിയന്ത്രണമാണ്. ഒരു പാർക്കിൽ ഒരു പാർട്ടി നടത്തിയാൽ പോലും അത് സർക്കാർ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമായ ഒത്തുചേരലാകുമെന്നും അശോക് ഹരണഹള്ളി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.